മലപ്പുറം വളാഞ്ചേരി മൂച്ചിക്കൽ ബൈപ്പാസിൽ റോഡ് തകർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് യാത്ര ദുഷ്കരമാക്കുന്നു. നിർമ്മാണം പൂർത്തിയായി 6 മാസം തികയുന്നതിന് മുമ്പാണ് റോഡ് തകരുകയും മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം കെട്ടിനിൽക്കുകയും ചെയ്യുന്നത്. പാലക്കാട് ഭാഗത്തു നിന്നും ദേശീയപാതയിലേക്ക് കയറാനും തിരിച്ചുമുള്ള നൂറുകണക്കിന് ഭാരവാഹനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന ബൈപ്പാസിലാണ് വെള്ളക്കെട്ട്. വളാഞ്ചേരി മൂച്ചിക്കൽ ബൈപ്പാസിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യണമെങ്കിൽ ജീവൻ കയ്യിൽ പിടിക്കണം. നേരിയ മഴ പെയ്യുമ്പോൾ പോലും റോഡിൽ വലിയ രീതിയിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. ഇതിലൂടെ ലോഡ് കയറ്റിയ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുമ്പോൾ വെള്ളം അടുത്തുള്ള കടകളിലേക്ക് ശക്തമായി തെറിക്കുകയാണ്. ഇത് കാരണം കടകളിലെ സാധനങ്ങൾ വരെ നശിക്കുന്നതായാണ് വ്യാപാരികൾ പരാതിപ്പെടുന്നത്. ഈ ഹൈവേയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് പാലക്കാട് ഭാഗത്തുനിന്ന് ഈ ഹൈവേയിലേക്ക് കയറാനും ഉള്ള വണ്ടികൾ ഫുള്ള് ഇതിൽ കൂടെയാണ് പോണത്. ഈ ഭാഗം കുറച്ച് പതിയായിട്ടാണ് ഉള്ളത്. അപ്പം അത് കാരണം വെള്ളം കെട്ടി നിൽക്കുകയാണ്. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് തെറിക്കുകയാണ് നമ്മളെ കടയിൽ സാധനങ്ങൾ നാശമാവുകയാണ്. അത് വലിയ പ്രശ്നമുണ്ട്. കാരണം ഇത് ശാശ്വതമായ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. കാരണം അവിടുന്ന് ഒഴുക്കാക്കി കൊണ്ടുവരണം, അപ്പോഴേ നടക്കുള്ളൂ, അല്ലാതെ നടക്കില്ല. അത് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ വാഹനങ്ങളാണ് ഈ ബൈപ്പാസിനെ ആശ്രയിക്കുന്നത്. ഭാരമേറിയ വണ്ടികൾ നിരന്തരമായി പോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളും ഇതിനോടകം തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കഴിഞ്ഞു. 6 മാസം മുൻപ് ഇതേ അവസ്ഥയെ തുടർന്ന് ഈ ചാനൽ അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോഴാണ് അധികൃതർ റോഡ് പുനർനിർമ്മിച്ചത്. എന്നാൽ ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള താൽക്കാലിക പണി മാത്രമായിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ തകർച്ച തെളിയിക്കുന്നത്. റോഡിന്റെ ശാശ്വതമായ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇതുവരെ ശ്രമിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കാലവർഷം കടക്കുന്നതിന് മുൻപ് ഡ്രെയിനേജ് സംവിധാനം കൃത്യമാക്കണമെന്നും റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ശക്തമായ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.